മനസ്സിൽ കുറിച്ചോ. കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ കടന്നുപോകില്ല. മുഖ്യമന്ത്രി വി ഡി സതീശൻ ചുമതല ഏറ്റെടുത്ത ശേഷം പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് കേൾക്കാം. ഇങ്ങനെ ആരെങ്കിലും ഇരുന്നേന് പാവത്തിനെ പോലെ ചോദിക്കണ എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞ് ഞാൻ കണ്ട ചോദിക്കാൻ വരട്ടെ. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ വേറെ ആരെടുത്തും പറയുന്നതിന് മുമ്പ് നിങ്ങളോട് പറയുന്നു. അതിന്റെ വാക്കാണ് രഹസ്യം. ആദ്യം ഫസ്റ്റ് നിങ്ങളുടെ പറയുന്നു. ദുരൂഹതയുണ്ട് എന്നാണ് CPM ഒക്കെ ആരോപിക്കുന്നത്. ശേഷമാണ് പിണറായിയുടെ വീട്ടിലെ ദുരൂഹതയുണ്ട് എന്നാണ് CPM ഒക്കെ ആരോപിക്കുന്നത്. നിങ്ങൾ 12 പ്രാവശ്യം ചോദ്യം ചോദിക്കണം. നോ 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 നോ, നിങ്ങൾ അങ്ങനെ പറയല്ലേ, അങ്ങനെ ആക്കല്ലേ, അങ്ങനെ ആക്കല്ലേ, അങ്ങനെ താരതമ്യം ചെയ്ത് നിങ്ങൾ അങ്ങനെ ആക്കല്ലേ. നിങ്ങൾ ഈ വിഷയം കേൾക്കണോ? ഈ വിഷയം കേൾക്കണം. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഞാൻ മറുപടി പറയേണ്ട സമയം തീരുമാനിക്കുന്നത് ഞാനാണ്. കാരണം എനിക്കത് പഠിച്ചും മനസ്സിലാക്കിയിട്ടോ പറയാൻ പാടില്ല. പെട്ടെന്നങ്ങ് പറയാൻ പറ്റില്ല. ഞാൻ അതിന്റെ സമയം തീരുമാനിക്കേണ്ട, ഞാൻ അതിനുള്ള അവകാശം എനിക്ക് തന്നെ. അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. ഇപ്പൊ ഇത്ര നേരം ഉറങ്ങുമായിരുന്നു എവിടെ ഇരുന്ന്? ഇങ്ങനെ എങ്ങാനും പിണറായി വിജയൻ കാട്ടണമായിരുന്നു. ഹോ, പിന്നെ പറയേണ്ടതുണ്ടോ? ലൈവായി, ചർച്ചയായി, നിരീക്ഷകരായി, പിന്നെ ഏറ്റവും ഒടുവിൽ ഇരുട്ടുമുറിയിൽ വരെ ചർച്ച നടത്തിയിട്ടേ അവർ അടങ്ങത്തുള്ളായിരുന്നു. ഇപ്പോ മേനോനായോണ്ട് ഞങ്ങളോട് കാണിച്ച പൂക്കിത്തരത്തിന് ഇപ്പൊ വലിയ പ്രശ്നമില്ല. വച്ചനത്തുകയാണെങ്കിലും കടിച്ചമർത്തി നിൽക്കുന്നുണ്ട്. ഒരു കണക്കിന് ഇതൊക്കെ തന്നെയാണ് വേണ്ടത്. 12 തവണ ചോദിച്ചിട്ടും തുടർന്ന മൗനം തെറ്റായ സന്ദേശം നൽകില്ലേ എന്ന ഒരു മാധ്യമ പ്രവർത്തകയുടെ, ഒരു സ്ത്രീയുടെ ചോദ്യത്തെ പരിഹസിച്ച ഒരു മുഖ്യമന്ത്രി എഴുന്നേറ്റ് പോയ വിധമാണ്. നിലപാടിനെ തരാതരം പോലെ വ്യാഖ്യാനിക്കുന്ന താങ്കളുടെ മറുപടികളിൽ ഉറങ്ങിപ്പോകാത്തതുകൊണ്ടാണ് സർ ആർജവത്തോടെ വീണ്ടും ചോദിക്കാൻ അവൾക്കായത്. നേർക്കുനേർ ചോദിച്ചാൽ മറുപടിയില്ലാതെ എഴുന്നേറ്റ് പോകുന്ന മുഖ്യമന്ത്രിയെ അങ്ങ് ഡൽഹിയിൽ കണ്ടു അധികാരമേറ്റ 8ാം നാൾ. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ വേട്ടയാടലിനെ കുറിച്ചാണ് സാർ ചോദ്യം. ആർജവമുണ്ടെങ്കിൽ നേർക്കുനേർ മറുപടി പറയണം. ഞങ്ങൾ തന്നെ ഉന്നയിച്ച ആരോപണത്തിലെ അന്വേഷണം വേണ്ടെന്ന് പറയാൻ ഞങ്ങൾക്കാകില്ലല്ലോ എന്ന എന്ത് നിഷ്കളങ്കമാണ് അയാൾ പറയുന്നത്. വില കുറഞ്ഞ രാഷ്ട്രീയ നേട്ടത്തിനായി പോയ കാലങ്ങളിലും നിങ്ങൾ ഉന്നയിച്ച ഈ ആരോപണങ്ങളാണ് സാർ നിലപാടില്ലായ്മയുടെ ആൾരൂപം എന്ന് നിങ്ങളെ വിശേഷിപ്പിക്കാൻ കാരണം. അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ കെട്ടിപ്പടുത്തൊരു സർക്കാരിനെ, സംഘവിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നണിയിൽ നിന്നൊരു നേതാവിനെ നിങ്ങൾ ഉന്നയിച്ച ആരോപണത്തിലൂടെ ജയിലിലടച്ച് അവിടെ BJPക്ക് വഴിവെട്ടിയ നിങ്ങളെ ജനാധിപത്യ ഇന്ത്യ മറക്കില്ല സർ. നിങ്ങൾ ഉന്നയിച്ച ആരോപണം കോടതി ചവറ്റുകുട്ടയിലെറിഞ്ഞിട്ടും അതേ ആരോപണം മറ്റൊരു നേതാവിനെതിരെ, പിണറായി വിജയനെതിരെ ഉന്നയിച്ച രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യ സഖ്യത്തിന്റെ കൂടി പ്രതിപക്ഷ നേതാവിനെയും മറക്കില്ല സർ ഈ രാജ്യം. മറുപടി പറയാനുള്ള സമയം താങ്കൾ തീരുമാനിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ എപ്പോൾ വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ റെഡിയാണല്ലോ എന്ന പൂക്കിത്തരം കയ്യിൽ വെക്കണമായിരുന്നു. ഇന്നും വിമർശിക്കുന്നത് കേട്ടു പിണറായി വിജയന്റെ ശൈലിയെ. പുറത്താക്കി വാതിലടയ്ക്കുവെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയെ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ വാർത്താ സമ്മേളനത്തിലാണ്. കേന്ദ്രവുമായി നല്ല ബന്ധം പുലർത്താൻ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി കാണുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് തിരിച്ചറിവ് നല്ലത് തന്നെ. പക്ഷേ മുൻ സർക്കാരിനെ കുറിച്ച് ഇതായിരുന്നില്ലല്ലോ സാർ നിലപാട്. മുഖ്യമന്ത്രിയെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ചാൽ അപമാനത്തിന്റെ തീവ്രത നോക്കി കേസെടുക്കാമത്രേ. പക്ഷേ മുൻ സർക്കാരിന്റെ കാലത്ത് ഇതായിരുന്നില്ലല്ലോ സാർ നിലപാട്. കേന്ദ്രത്തിനെതിരെ ഒരു വരി വിമർശനമില്ലെങ്കിൽ ഡീലായിരുന്നല്ലോ സാർ മുൻ സർക്കാരിന്റെ കാലത്ത്. ഇപ്പോൾ എന്താണ് നിലപാട്? ഇതുവരെ ഇല്ലാതിരുന്ന ജാതിവാൾ തിരികെ കയറ്റിയത് മുതൽ പെരുന്നാൾ ദിനത്തിലും പാവപ്പെട്ടവന്റെ കയ്യിൽ പെൻഷൻ എത്താത്തതിൽ വരെ നിലപാടെന്ന ഒന്നുണ്ടോ സാർ?